വണ്ണിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര വരുന്നില്ല. സ്റ്റാഫിൽ കുറച്ച് ഉറക്കം തോന്നുന്നുണ്ട്. ലോജിക്കൽ പ്രോബ്ലം ഉണ്ട്, ഒരുപാട് ലോജിക്കൽ പ്രോബ്ലം ഉണ്ട്. സാധാരണ കമലഹാസൻ പടത്തിലാണെങ്കിൽ ലോജിക്കൽ പ്രോബ്ലം വരാത്തതാണ്. രജനീകാന്ത് പടത്തിലാണെങ്കിൽ പ്രോബ്ലം വരും. പിന്നെ കമലഹാസൻ പെർഫോമൻസ് സൂപ്പറാണ്. വേണ്ടി വെച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സമുദ്രകനി, സിദ്ധാർത്ഥ് എല്ലാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പം പറഞ്ഞാൽ ലോജിക്കൽ പ്രോബ്ലമാണ്, റിയലിസ്റ്റിക് അല്ല. ട്രെയിലർ അത്ര പ്രതീക്ഷിച്ചത്ര വന്നില്ല. അതേപോലെ എന്തെങ്കിലും ഇതിൻ്റെ മൂന്നാം ഭാഗം ഇത് ഓവർകം ചെയ്തു ശങ്കറിനും കമലഹാസനും ആയപ്പോൾ മനസ്സിലായല്ലോ. അത് ഒട്ടും ലോജിക്കലല്ല. മലയാളി ഓഡിയൻസിനാണ് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തമിഴ് ഓഡിയൻസ് പറ്റിയായിരിക്കും. എന്തായാലും ഫസ്റ്റ് ഹാഫ് വളരെ ലാഗുണ്ട്, നല്ല ലാഗുണ്ട്. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. പക്ഷേ കമലഹാസൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ 3 ആയി പ്രതീക്ഷയുള്ളത്. ഇന്ത്യൻ 3 മിക്കവാറും കമലഹാസൻ ട്രെയിനല്ല. ഇന്ത്യൻ 3 ഇത് ഓവർകം ചെയ്യും. കമലഹാസനായാലും ശങ്കറായാലും അവർക്ക് കഴിവ് മനസ്സിലായി. പെർഫോമൻസ് അല്ല, സിദ്ധാർത്ഥൻ നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോജിക്കില്ല. തമിഴ് പടങ്ങളിൽ കുഴപ്പമാണ്. ഇവിടെ വാച്ച് പടമൊക്കെയാണ്. പടം ആവറേജ്. പടം ഗംഭീരം. കാരണം ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി 5 മണിക്കാണ് 6 മണിക്ക് ഷോ തുടങ്ങി. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫസ്റ്റ് പോലെ തന്നെ ഇന്ത്യൻ 2 ഗംഭീരം. സെന്റിമെന്റ്സ് വർക്കൗട്ടുണ്ട്, പാട്ടുകൾ വർക്കൗട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് അടിപൊളി. ഇതിനൊരു മൂന്നാം ഭാഗം ഉണ്ടാവും. എന്തായാലും സകലകല വല്ലവരാണെന്ന് തെളിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ 2 അടിപൊളി. ഓരോ രംഗങ്ങളും സെന്റിമെന്റ്സും എല്ലാം വർക്കൗട്ടായിരുന്നു. ഗംഭീരമാണ്. ഓരോ രംഗമൊക്കെ നമ്മൾ ശരി കണ്ണു ഗംഭീര പടമാണ്. ഇന്ത്യൻ 2 എല്ലാവരും കാണുക. ശങ്കർ സാറിന്റെ ഒരു കൊണ്ടുവരാണ്. എല്ലാവരും പറയും പടം കൊള്ളാമെന്ന് പറയും. ഞാനുള്ള കാര്യം പറയാം, പടം അത്രയ്ക്ക് ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമ നാഷണൽ അവാർഡ് കിട്ടിയതാണ് തമിഴ് സാർ. ആ രീതിയിലുള്ള അഭിനയങ്ങളോ ശങ്കർ സാർ പറഞ്ഞിരുന്നു പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. എങ്കിലും സിനിമയിൽ പല സിനിമകളിലും വന്ന കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ ക്ലൈമാക്സ് ഒരു സൈലന്റ് 3 മിനിറ്റ് കൊള്ളാം. മൂന്നാം ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഇപ്പം പ്രതീക്ഷ. മ്യൂസിക്കൊക്കെ അനിരുദ്ധിൻ്റെ ഉണ്ട്. അതായത് സിദ്ധാർത്ഥിൻ്റെ കരച്ചിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സേനാപതി ക്യാരക്ടർ ഉണ്ടല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇതുണ്ട്. സ്ക്രിപ്റ്റ് ആണെങ്കിലും ഒരു ഇതില്ല. ഞാൻ പല ഷോട്ടുകൾ കണ്ടപ്പോഴും ശങ്കറിൻ്റെ പടം തന്നെ ആണോ എന്ന് ആലോചിച്ച് പോയി. കാരണം അത്ര ഇതില്ല. പാട്ടാണെങ്കിൽ പോലും ആ ഒരു ഇതില്ല. നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഇന്ത്യൻ തന്നെയാണ്. സേനാപതി തന്നെയാണ്. പക്ഷേ ഈ ഒരു രണ്ടാം ഭാഗത്തിൽ പ്രതീക്ഷിച്ചത് ഒരുപാട് ശങ്കറിൻ്റെ പടങ്ങളെല്ലാം കണ്ടിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ അതിലെ ഏറ്റവും ഇതാണ് ഒരു AI ക്യാമറ ബേസ് അവർക്ക് നല്ല രീതിയിൽ വർക്കൗട്ട്. പിന്നെ 1-2 കന്നുകാടന്മാരൊക്കെ വരുന്ന പോകുന്നുണ്ട്. പിന്നെ ഇത് സിദ്ധാർത്ഥൻ്റെ അഭിനയം വ്യക്തിത്വം നല്ലതാണ്.